രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറിയ കേസിൽ ജയിലിൽ കഴിയുന്ന ജ്യോതി മൽഹോത്ര മുമ്പ് കേരളത്തിൽ എത്തിയത് ടൂറിസം വകുപ്പിന്റെ ക്ഷണത്തിൽ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പട്ടികയിൽപ്പെടുത്തി 41 പേരെ എത്തിച്ചതിൽ ജ്യോതി മൽഹോത്രയും ഉൾപ്പെട്ടിരുന്നു. ചാരപ്രവൃത്തി ചെയ്യുന്നവരെ ആരെങ്കിലും ബോധപൂർവം കൊണ്ടുവരുമോ എന്ന ചോദ്യവുമായി മന്ത്രി PA മുഹമ്മദ് റിയാസ് രംഗത്തെത്തി. കേരള ടൂറിസത്തിന്റെ പുനരുജ്ജീവനം ലക്ഷ്യം വെച്ച് 2024 ജനുവരി 1 മുതൽ 2025 മെയ് 25 വരെ 41 വ്ളോഗർമാരെയാണ് കേരള ടൂറിസം വകുപ്പ് സംസ്ഥാനത്ത് എത്തിച്ചത്. ടൂറിസം വകുപ്പ് പണം നൽകിയാണ് ഇവരെ കൊണ്ടുവന്ന് വീഡിയോ ചെയ്യിപ്പിച്ചതും. ഇവരുടെ യാത്രയും താമസവും ഒരുക്കിയതും ടൂറിസം വകുപ്പ് തന്നെയാണ്. ഇക്കൂട്ടത്തിലാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത്. കേരളത്തിലെ കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, ആലപ്പുഴ, മൂന്നാർ എന്നിവിടങ്ങളിലെത്തി ജ്യോതി മൽഹോത്ര യാത്രാ വിവരണങ്ങൾ തയ്യാറാക്കി. നവമാധ്യമങ്ങളിൽ കാര്യമായ ഫോളോവേഴ്സുള്ള ജ്യോതി മൽഹോത്ര നിലവിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറിയ കേസിൽ ജയിലിലാണ്. ജ്യോതി മൽഹോത്ര വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് വിമർശനവുമായി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്തെത്തി. ചാരപ്രവൃത്തി ചെയ്യുന്നവരെ ബോധപൂർവം കൊണ്ടുവന്നുവെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ചാരപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഓരോവിടെ വിളിച്ച് അതിന്റെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരോ മന്ത്രിമാരാണോ കേരളത്തിൽ? നമ്മൾ എല്ലാം നല്ല ഉദ്ദേശത്തോടെയാണല്ലോ ചെയ്യുന്നത്. എത്രയോ കാലമായി കേരളത്തിൽ എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെയാണ് ടൂറിസം വകുപ്പ് ഇപ്പോഴും ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ആ അർത്ഥത്തിലാണ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾക്ക് ഊഹിച്ചാൽ പോരെ ഇതിലൊക്കെ എന്താണെന്ന്. ജ്യോതി മൽഹോത്രയെ കേരളത്തിൽ എത്തിച്ചതിനുള്ള ചിലവ് പുറത്തുവിടാൻ ടൂറിസം വകുപ്പ് തയ്യാറായിട്ടില്ല. ന്യൂസ് മലയാളം, കൊച്ചി.